ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചൈന ഗ്രാസും ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം നന്നായിട്ടൊന്ന് ബട്ടറോ ഓയിലോ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് വെക്കാം. നമ്മൾ റവ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ റവ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. 1-2 മിനിറ്റ് എന്തായാലും എടുക്കും ഈ ഒരു റവ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ. അപ്പം 2 മിനിറ്റ് സമയം എടുത്ത് തന്നെ നിങ്ങൾ റവ നല്ലപോലെ ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മുടെ റവ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത 1/4 കപ്പ് റവ ഞാൻ അളന്നെടുത്തു. അത് ഞാൻ ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇടുന്നുണ്ട്. ഡയറക്റ്റായിട്ട് തന്നെയാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാല്, 1 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നേരെ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളർ കൂടി ചേർക്കുന്നുണ്ട്, 1 ഡ്രോപ്പ് മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ തീ ഓൺ ചെയ്താൽ മതിയാവും. എന്നിട്ടിത് കൈവിടാതെ നല്ല തിക്കായിട്ട് വരുന്നവരെ ഇളക്കുക. ഇനി കൂടുതലായിട്ട് ഇടണമെന്നില്ല, നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഇത് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരണം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാകും. നമ്മളൊന്ന് ഫാനിൻ്റെ താഴെ ഒന്ന് വെക്കേണ്ട പാടേ ഉള്ളൂ, പെട്ടെന്ന് അങ്ങ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ നല്ല ഫൈനായിട്ട് പൊടിച്ച റവ, അതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിൽ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. ഇത് കൂടുതൽ നമ്മുടെ പുഡിങ്ങിന് ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ടൊരു 3/4 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം യെല്ലോ ഫുഡ് കളറും ഒരു നുള്ളുപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും കൂടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നല്ല കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് തിക്കായിട്ട് വരണം. തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, പക്ഷേ അത് സെറ്റായെന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തേർഡ് ലെയറും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഞാൻ റെഡ് കളർ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതുപോലെ ഇത് സെറ്റായതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് കംപ്ലീറ്റ് ചൂടാറുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വീണ് കിട്ടും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം, അതായത് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരുപാട് ഇഷ്ടമാവും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക.